അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ളവരെ, ഉലഹിയത്തുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തത്, ഉലഹിയത്തിന് ഒരു വർഷം ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ എല്ലാ വർഷം ചേരണം, അങ്ങനെ ഒരു നിബന്ധന ഉണ്ടോ? നാം മനസ്സിലാക്കേണ്ടത് ഉലഹിയത്ത് ഒരു സുന്നത്തായ കർമ്മമാണ്. സുന്നത്താണെങ്കിലും ഫറലാണെങ്കിലും ഏതൊരു കർമ്മവും ഒരു പ്രാവശ്യം ചെയ്തു എന്നതുകൊണ്ട് അത് വീണ്ടും കണ്ടിന്യൂ ആയി ചെയ്യൽ നിർബന്ധമാകും എന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യനെ ഇടങ്ങാറാക്കലല്ലേ. അതൊക്കെ ആളുകൾക്കിടയിൽ പറഞ്ഞു വന്ന ചില കാര്യങ്ങൾ, അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു മസലയൊന്നുമില്ല. കഴിവുണ്ടാകുമ്പോൾ ചെയ്യുക, കഴിവില്ലാത്തുമ്പോൾ മാറി നിൽക്കുക, അത്രയേ ആ വിഷയത്തിലുള്ളൂ. മറ്റൊന്ന്, ഉലഹിയത്ത് ഉദ്ദേശിക്കുന്ന ആളുകൾ, ഉലഹിയത്തിന് വേണ്ടി മനസ്സിൽ കരുതിയിട്ടുള്ള ആളുകൾ ദുൽഹജ്ജ് 1 മുതൽ, അതായത് ഇപ്പോൾ ഇന്ന് രാത്രി മാസം കണ്ടു എന്ന് വിചാരിക്കുക. ഉദാഹരണമായി, ഇന്നു രാത്രി മാസം കണ്ടു, നാം അറിഞ്ഞു നാളെ ദുൽഹജ്ജ് 1 അപ്പോൾ ഇന്നത്തെ മഗ്രിബിന് ശേഷം, ഇന്നത്തെ മഗ്രിബ് മുതൽ ദുൽഹജ്ജ് 1 അങ്ങനെ ആവുമ്പോൾ അപ്പോൾ ആ മഗ്രിബിന് ശേഷം മുതൽ ഉലഹിയത്ത് അറുക്കുന്ന സമയം വരെ സ്വന്തം ശരീരത്തിലുള്ള മുടി, തലമുടിയാണെങ്കിലും താടിയാണെങ്കിലും ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യൽ നിർബന്ധമുള്ള സുന്നത്തുള്ള രോമങ്ങളുണ്ടല്ലോ, ആ രോമങ്ങളൊന്നും തന്നെ ഇത്രയും ദിവസങ്ങൾ നീക്കം ചെയ്യാതിരിക്കൽ സുന്നത്താണ്. നീക്കം ചെയ്യാതിരിക്കൽ. അതുപോലെ തന്നെ നഖം. അപ്പം നഖവും ശരീരത്തിലെ രോമങ്ങളും ഉലഹിയത്തിന് നിയത്ത് ചെയ്യുന്ന ആള് ദുൽഹജ്ജ് 1 മുതൽ ഉലഹിയത്ത് അറുക്കുന്ന സമയം വരെ നീക്കം ചെയ്യാതിരിക്കൽ സുന്നത്താണ്. അവിടെയും പറയാനുള്ള അതൊരു നിർബന്ധ ബാധ്യത അല്ല. ആരെങ്കിലും ഒരാൾ ഉലഹിയത്തിന് നിയത്ത് ചെയ്തിട്ടുണ്ട്, പക്ഷെ അവൻ അറിയാതെ മുടി വെട്ടിപ്പോയി, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തു, അങ്ങനെ ചെയ്തു എന്നതുകൊണ്ട് അവൻ്റെ ഉലഹിയത്ത് ബാത്തിലാകുക അല്ലെങ്കിൽ ഉലഹിയത്തിൻ്റെ കൂലി ലഭിക്കാതിരിക്കൊന്നുമില്ല. പക്ഷെ ഒരു പ്രധാനപ്പെട്ട സുന്നത്ത് നഷ്ടപ്പെട്ടു. കാരണം നമ്മുടെ ശരീരത്തിലെ ഈ രോമങ്ങളും നഖവുമൊക്കെ നമുക്ക് മഹ്ശറയിൽ സാക്ഷി പറയാൻ വേണ്ടിയാണ്. അപ്പോൾ അതൊക്കെ ശരീരത്തിൽ ഉണ്ടായിരിക്കെ തന്നെ നാം ഉലഹിയത്ത് അറുക്കുക. അതിന് ശേഷം നീക്കം ചെയ്യുമ്പോൾ ഈ രോമങ്ങളും നഖവുമൊക്കെ നമുക്ക് സാക്ഷിയാണ് എന്ന് മനസ്സിലാക്കുക. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്തരത്തിലൊരു സുന്നത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ്, പ്രവാസികൾ അവരുടെ ഉലഹിയത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ വിശദമായി അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.